ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, അധികാരവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത്. ക്രിസ്തു പഠിപ്പിക്കുന്നത് അധികാരം എന്നുള്ളത് ഒന്നാമനാകാനും വലിയവനാകുവാനുമുള്ള വിളിയല്ല, മറിച്ച് ചെറുതാകാനും ദാസനാകുവാനുമുള്ള ദൗത്യമാണ് ഈ പറയുന്ന അധികാരം എന്നുള്ളത്. ക്രിസ്തു ഇത് വെറുതെ പറഞ്ഞ് പഠിപ്പിച്ചവൻ മാത്രമല്ല, ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടുമേൽ നിന്ന് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകിയതിന് ശേഷം അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉവ്വ് കർത്താവേ എന്നവർ പറയുന്നുണ്ട്. ക്രിസ്തു കൂട്ടിച്ചേർക്കുന്ന എന്താ? നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ലോകത്തിൻ്റെ അധികാരം എന്നുള്ളത് നേരെ കോൺട്രഡിക്ടറിയാണ്. എന്ന് വെച്ചാൽ അവിടെ വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അതിന് പ്രതിബന്ധമായിട്ട് ആര് നിന്നാലും അവനെ തച്ച് തകർക്കുക, പർച്ചേസ് ചെയ്യുക, അവനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണെങ്കിലും ഇനി കൊന്നാമനാകുക, ഇതൊക്കെയാണ് ലോകം വച്ച് നീട്ടുന്ന അധികാരത്തിൻ്റെ രീതി. അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഒക്കെ നമ്മളുടെ കൂട്ടായ്മയിലും രാഷ്ട്രീയത്തിലും സഭയിലൊക്കെ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ഈ വടംവലിയിൽ തീർച്ചയായിട്ടും കൈവിട്ടു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്ന ആരെയാ? ക്രിസ്തുവിനെയാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവിടെ കർത്താവ് ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ്. പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. എന്തിനെക്കുറിച്ച്? താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ച്, അപമാനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകി അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ സെബദീപുത്രന്മാരുടെ ചോദ്യം, നീ മഹത്വത്തിൻ്റെ രാജാവായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എന്താ? നിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ ഇരുത്തണം. അവൻ പറഞ്ഞ മഹത്വം ഏതാ? ഈ കുരിശാണ്. കുരിശിൽ കയറുന്ന മഹത്വത്തെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞു കൊടുക്കണേ. എന്നാൽ ശിഷ്യന്മാർക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതെന്തുകൊണ്ടാണ്? അധികാരം തലക്ക് പിടിച്ചവന് കൂടെയുള്ളവൻ്റെ പ്രയാസങ്ങൾ പോലും അറിയാൻ പറ്റില്ല. അതാ ഈ അധികാരം എന്ന് പറയുന്നത് ഒരു ലഹരിയായിട്ട് മാറിയാൽ പിന്നെ ആ ലഹരി നേടാൻ വേണ്ടി കൂടെയുള്ളവരെയും കൂടെപ്പിറപ്പുകളെയും കുടുംബത്തെ പോലും മറന്നു പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ഇവിടെയും ക്രിസ്തു ശിഷ്യന്മാർക്ക് സംഭവിച്ച വലിയ ദുരന്തം. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരാൻ കിട്ടിയ വലിയ സൗഭാഗ്യമൊന്നുമല്ല അവർക്ക് വേണ്ടത്. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തിരിക്കാനുള്ള ആഗ്രഹം. അവിടം കൊണ്ട് തീരുന്നില്ല. ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നുണ്ട്, ബാക്കി 10 പേർക്കും ഇവരോട് അമർഷം തോന്നി. അപ്പോൾ ഈ 2 പേർക്ക് മാത്രമല്ല, ബാക്കിയുള്ള 10 പേർക്കും ഈ അധികാരത്തിൽ കൊതിയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. ആദ്യം അവർ ചോദിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും എളിയവനായിട്ട് ചെറിയവനായിട്ട് മാറണം. കാരണം എന്താ? അപരൻ്റെ മുന്നിൽ കുനിയുമ്പോഴേ കർത്താവ് നമ്മിൽ കനിയും. ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന ശിരസിൻ്റെ മുകളിലൊന്നും ഇതുവരെയും കൈവച്ച് ആശീർവാദം ലഭിച്ചിട്ടില്ല. അല്പം ശിരസ് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നവൻ്റെ നെറുകന്തലയില കരം വെച്ച് എന്നും ആശീർവാദത്തിൻ്റെ മുദ്ര വീണിട്ടുള്ളതെങ്കിൽ കർത്താവ് പറഞ്ഞു തരുന്ന കാര്യം എന്താ? അപരൻ്റെ മുന്നിൽ കുനിയാൻ, ചെറുതാകാൻ നീ തയ്യാറായാൽ നിന്നെ സ്വർഗത്തോളം വളർത്തുന്നൊരു ദൈവമാണ് ഞാൻ എന്നുള്ള കാര്യം. എന്നാൽ അപരൻ്റെ മുന്നിൽ തലക്കനം ഭാവിച്ച് നിൽക്കാൻ നീ പോയാൽ നീ ഒരിടത്തും വിജയിക്കില്ല എന്ന് മാത്രമല്ല,
ജീവിതം പോലും പരാജയമായിട്ട് മാറും, അപഹാസ്യനായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളിമയുടെ മക്കളായിട്ട് നമുക്ക് മാറാം. അപ്പോൾ എളിയവരെ ഉയർത്തുന്ന ദൈവം, പരിശുദ്ധ മറിയം പറയുന്നില്ലേ, എളിയവരെ അവിടുന്ന് ഉയർത്തി. പരിശുദ്ധ മറിയം കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ എളിമപ്പെടുത്താൻ അവൾ തയ്യാറായപ്പോൾ രക്ഷകൻ്റെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് സ്വർഗം അവളെ വളർത്തിയില്ലേ? എത്രത്തോളം നീ ചെറുതാകാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം ദൈവം നിന്നെ വളർത്തും, വലുതാക്കും. ആകയാൽ ഒന്നാമനാകാൻ ഒന്നും വെട്ടിപ്പിടിക്കേണ്ടതില്ല. തമ്പുരാൻ്റെ സന്നിധിയിൽ ചെറുതാകാൻ നീ തയ്യാറാകുക. ദൈവം നിന്നെ വളർത്തിക്കൊള്ളും.